ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. വീണ്ടും നമുക്ക് മറ്റൊരു പുതിയ പാഠം പഠിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന ചിന്തയോടുകൂടി നമുക്ക് നമ്മുടെ ഇന്നത്തെ പാഠത്തിലേക്ക് നമുക്ക് കടക്കാം. ഇന്നത്തെ പാഠത്തിൻ്റെ തലവാചകം ക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതം. ക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതം, അതാണ് ഇന്നത്തെ പാഠത്തിൻ്റെ തലക്കെട്ട്. ക്രിസ്തുവിനോട് കൂടെ വസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്തുവിനോട് കൂടെ വസിക്കുക എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവർക്ക് മാത്രമേ ക്രിസ്തുവിനോടൊപ്പം വസിക്കുവാൻ സാധിക്കത്തുള്ളൂ. നമുക്ക് അതിൻ്റെ കൂടുതൽ പഠനത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ മനപ്പാഠവാക്യം ഒന്ന് നോക്കാം. മനപ്പാഠവാക്യം പറയുന്നത്, എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പി. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പി. ഇത് ഇംഗ്ലീഷിലൊന്ന് വായിക്കാമെങ്കിൽ കുറേ കൂടെ നമുക്ക് ആകർഷണീയവും കുറേ കൂടെ മനസ്സിലാക്കാനും സാധിക്കും. അതിപ്രകാരമാണ്, ആൻഡ് ടു ഓൾ ദീസ് ക്വാളിറ്റീസ് ആഡ് ലവ് which binds all these things together in a perfect way. ഇതാണ് എങ്ങനെയാണ്? ആൻഡ് ടു ഓൾ ദീസ് ക്വാളിറ്റീസ്, ഈ പറയുന്ന സകല സ്വഭാവത്തോടും കൂടെ സ്നേഹം കൂട്ടിച്ചേർക്കുക. സ്നേഹം വിച്ച് ബൈൻഡ്സ് ഓൾ ദീസ് തിങ്സ് ടുഗദർ. സ്നേഹം ഇവയെ എല്ലാം സംയോജിപ്പിക്കുന്നു. പിന്നെ എങ്ങനെയാണ്? ഇൻ എ പെർഫെക്റ്റ് വേ, സമ്പൂർണതയിൽ, സമ്പൂർണമായി സ്നേഹം ഇതിനെയെല്ലാം സംയോജിപ്പിക്കും. അപ്പോൾ ആൻഡ് ടു ഓൾ ദീസ് ക്വാളിറ്റീസ് എന്ന് പറയുന്നിടത്ത് നമ്മൾ ആ വാക്യത്തിൻ്റെ മുകളിലുള്ള വാക്യങ്ങൾ വായിച്ചാൽ മാത്രമേ അത് മനസ്സിലാക്കത്തുള്ളൂ. ആൻഡ് ടു ഓൾ ദീസ് ക്വാളിറ്റീസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, ദീസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നമ്മൾ ഈ പാഠം പഠിക്കുമ്പോൾ ഓർക്കുക. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനമാണ്. ഈ കൊലോസ്യർക്ക് എഴുതിയ ലേഖനമെന്ന് പറയുന്നത് കൊലോസ്യ സഭയിൽ ഉണ്ടായിരുന്നതായ അനൈക്യത്തെ മാറ്റുന്നതിനും ദുരുദ്ദേശപരമായ പഠിപ്പീരുകൾ അവിടെ ഇല്ലാതാക്കുന്നതിനും വേണ്ടിയാണ്. അങ്ങനെ ഐക്യം കൊണ്ടുവരികയും ദൈവത്തിൻ്റെ മക്കളാക്കി അവരെ പുനഃസൃഷ്ടിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഈ പാഠം എഴുതി. അപ്പോൾ ഇതിനു മുൻപിലായിട്ട് അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷം പറയുകയാണ്, നിങ്ങളെന്തോ ഉണ്ടായിരിക്കണം, നിങ്ങളിൽ മനസ്സലിവുണ്ടായിരിക്കണം, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ, അന്യോന്യം പൊറുക്കുക, ഒരുവനോട് ഒരുവൻ ക്ഷമിക്കുക, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ. ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. ഈ സ്വഭാവ വൈശിഷ്ട്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിക്കപ്പെടേണ്ടത് എന്ന് പൗലോസ് പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത്, ഈ സ്വഭാവങ്ങളുടെ മേലെ സ്നേഹം ധരിപ്പീൻ. ഈ സ്വഭാവങ്ങളെയെല്ലാം സ്നേഹം കൂട്ടിച്ചേർക്കട്ടെ, കവർ ചെയ്യട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ സ്നേഹം എല്ലാത്തിനെയും ഒരുപോലെ കൊണ്ടുവരുന്നു, കാണുവാൻ ശ്രമിക്കും. അതുകൊണ്ട് പൗലോസ് കർത്താവിൻ്റെ വാക്കുകളിലേക്ക് കടക്കുകയാണ്. എന്താണ്?
ശത്രുക്കളെ സ്നേഹിക്കുക. 2, നിങ്ങളെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ പൗലോസ് പറയാൻ കാരണം? അതിന് കാരണമുണ്ട്. എന്താണ്? ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. ദൈവം പാപം ചെയ്തവരെയും പാപം ചെയ്യാത്തവരെയും ഒരുപോലെ സ്നേഹിക്കുന്നു. അത് നമുക്കെങ്ങനെ പറയാൻ സാധിക്കും? അത് പറയാൻ സാധിക്കുന്നത് നമ്മൾ അവിടെ തന്നെ വാക്യമുണ്ട്. എന്താണ്? ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും ദൈവം സൂര്യനെ പ്രകാശിപ്പിക്കുന്നു. ദുഷ്ടന്മാർക്ക് നിങ്ങൾക്ക് സൂര്യൻ വേണ്ട, നിങ്ങൾ ഇരുട്ടിൽ വസിച്ചു കൊള്ളുക. നല്ലവരോട് നീതിമാന്മാരോട് പറയാം, നിങ്ങൾ സൂര്യപ്രകാശത്തിൽ വസിച്ചു കൊള്ളുക. ഇതല്ല കർത്താവ് ചെയ്യും, അല്ലെങ്കിൽ ദൈവം ചെയ്യുന്നത്. ദൈവം എല്ലാവർക്കും ഒരുപോലെ മഞ്ഞും മഴയും സൂര്യനെയും വെളിച്ചത്തെയും സകലതിനെയും കൊടുക്കുന്നു എന്നുള്ളതാണ്. അതാണ് ദൈവത്തിൻ്റെ മനസ്സെന്ന് പറയുന്നത്. അപ്പോൾ ആ ദൈവത്തിൻ്റെ മനസ്സിലേക്ക്, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മനസ്സിലേക്ക് നമ്മളും ഉയരുക എന്ന് പറഞ്ഞാൽ സ്വർഗീയ മനസ്സുള്ളവരാകുക, ഹെവൻലി മൈൻഡ്. അത് അല്ലാതെ ഭൗതികമായ മനസ്സുള്ളവരാകരുതേ എന്നാണ് ഈ പാഠം നമ്മളോട് പഠിപ്പിക്കുന്നത്. ഭൗതിക മനസ്സെന്ത്, സ്വർഗീയ മനസ്സെന്ത് എന്നുള്ളത് നമ്മൾ വീണ്ടും പഠിക്കുന്നതായിരിക്കും. പ്രധാനമായും 2 കാര്യങ്ങളെ ഈ പാഠം നമ്മളോട് സംവദിക്കുന്നു. അതെന്തൊക്കെയാണ്? 1, യഥാർത്ഥമായ ഒരു ക്രിസ്തീയ വിശ്വാസി അവൻ ഭൗമിക മനസ്സ് മാറ്റിയിട്ട് സ്വർഗീയ മനസ്സ് സ്വീകരിച്ചവനായിരിക്കണം. ഭൗതികമായ ചിന്തകളിൽ നിന്നും, ഭൗതികമായ നേട്ടങ്ങളിൽ നിന്നും, ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവനാകാതെ ഉയരത്തിലുള്ളത് സ്വർഗീയമായിട്ടുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നവനായിരിക്കണം. 2, ഒരു യഥാർത്ഥ വിശ്വാസി, ക്രിസ്ത്യാനി, അവൻ ക്രിസ്തുവിലുള്ള പുതിയ ജീവിതത്തിൻ്റെ സ്വഭാവത്തെ എപ്പോഴും പ്രതിഫലിപ്പിക്കുന്നവനായിരിക്കണം. എങ്ങനെ? ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെ നമ്മൾ ക്രിസ്ത്യാനികൾ, അഡ്വന്റിസ്റ്റുകാർ പ്രതിഫലിപ്പിക്കണം അവരിലൂടെ. ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായും നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതിലൊന്നാമത്തെ ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. സ്വർഗീയ മനസ്സ്. സ്വർഗീയ മനസ്സ് എനിക്കും നിങ്ങൾക്കുമൊക്കെ ഉണ്ടാകേണ്ടിയിരിക്കും. എന്താണ് സ്വർഗീയ മനസ്സ് എന്നുള്ളതാണ് നാം പഠിക്കാൻ. അപ്പം നമ്മൾ പലപ്പോഴും നമ്മുടെ വീക്ഷണമെന്ന് പറയുന്നത് ഒരേ ലെവലിലാണ്, ഒറ്റ ആംഗിളിലാണ്. എന്നാൽ വ്യത്യസ്തമായ വീക്ഷണമുണ്ട് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. നേരെ നോക്കുന്നതും ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ കയറി നിന്ന് നോക്കുന്നതും, താഴേക്ക് നോക്കുന്നതും, പിന്നെ താഴെ കുഴിയിൽ നിന്നുകൊണ്ടല്ലേ ഒരു കിണറ്റിലിറങ്ങി മേളിലോട്ട് നോക്കുന്നതും വ്യത്യസ്തമായ വീക്ഷണങ്ങളാണ്. അതുകൊണ്ട് ഈ വ്യത്യസ്ത വീക്ഷണം നമുക്ക് ഉൾക്കൊണ്ടിരിക്കണം. അങ്ങനെ നോക്കുന്ന, അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായ കോണുകളിലൂടെ വീക്ഷിക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിയെക്കുറിച്ചാണ് നാം അടുത്ത് പഠിക്കുന്നത്. അതായത് നമ്മളുടെ ഹൃദയത്തിൻ്റെ മാറ്റം ഇതിനെ നാം പറയുന്നത് നമ്മൾ ക്രിസ്തുവിൽ മരിക്കുക എന്നാണ്. നമ്മൾ ക്രിസ്തുവിൽ മരിക്കുക. എന്താണ് ക്രിസ്തുവിൽ മരിക്കുക? ക്രിസ്തുവിൽ മരിക്കുന്നത് എങ്ങനെയാണെന്നാണ് നിക്കോദീമോസിനോട് കർത്താവ് പറഞ്ഞത്. നീ പോയി
വെള്ളത്താലും ആത്മാവിനാലും പുതുതായി ജനിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പുതിയതായി ജനിക്കുന്ന വ്യക്തിയുടെ വീക്ഷണമെന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഒരു പുതു ഹൃദയം പ്രാപിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ആദ്യത്തെ പുതിയ ഹൃദയം ഈ ലോകത്തിൽ മാറ്റി വയ്ക്കപ്പെട്ട ഡോക്ടർ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ബർണാഡ് ഫ്രം സൗത്ത് ആഫ്രിക്ക. അദ്ദേഹമാണ് ആദ്യത്തെ ഓപ്പറേഷൻ നടത്തി ഒരു വ്യക്തിയുടെ ഹൃദയം മാറ്റിവെച്ചത്. അങ്ങനെ ആ പേഷ്യൻറ്റിന് ഒരു പുതിയ ഹൃദയം ലഭിക്കുകയുണ്ടായി. ഇവിടെ നമുക്ക് നമ്മുടെ ഹൃദയത്തെ മാറ്റിവെക്കുകയല്ല, പിന്നെയോ നമ്മുടെ ഹൃദയത്തിൻ്റെ പരിവർത്തനത്തെയാണ് ഇത് കാണിക്കുന്നത്. എപ്രകാരമാണ്? നാം ക്രിസ്തുവിനെ നമ്മുടെ രക്ഷിതാവായി സ്വീകരിച്ചത് എന്നുള്ളതിൻ്റെ അടയാളം കാണിക്കുന്നതായ ജലസ്നാനത്തിലൂടെ നാം ഒരു പുതിയ മനുഷ്യനായി മാറുകയാണ്. വീണ്ടും നമ്മൾ ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്. ഇവിടെ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ അത് പറയുന്നുണ്ട്. എങ്ങനെയാണ്? അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായ നിങ്ങളെയും അവനോടുകൂടെ ജീവിപ്പിച്ചു. അപ്പോൾ നമ്മളെല്ലാവരും എങ്ങനെയുള്ളവരായിരുന്നു? അതിക്രമം ചെയ്യുന്നവരായിരുന്നു. പിന്നെ ജഡത്തിൻ്റെ മോഹങ്ങൾ ഉള്ളവരായിരുന്നു, ജഡത്തിൻ്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്നു. നമ്മളൊക്കെ പാരമ്പര്യവാദികളായിരുന്നു, നമ്മളൊക്കെ ഭൗതികമായി മാത്രം ചിന്തിക്കുന്നവരായിരുന്നു. അങ്ങനെ നാം ജീവിച്ചതായ വ്യക്തികൾ അതിക്രമത്തിന് അടിമപ്പെട്ടവരായിരുന്നു. അപ്പോൾ അവരെന്താണ്? അവർ കർത്താവിനോടുകൂടെ മരിച്ചപ്പോൾ, ജലസ്നാനത്താൽ മരിച്ചപ്പോൾ അവനെന്താണ്? അവനൊരു പുതിയ വ്യക്തിയായി മാറുകയാണ്. പുതിയ ഒരു ആത്മാവ് അവന് ലഭിക്കുകയാണ്. അങ്ങനെ ആ ലഭിച്ചതായ വ്യക്തി അവൻ ആദമിനെയും ഹവ്വയെയും പോലെ സൃഷ്ടിക്കപ്പെട്ട ആ അവസ്ഥയിലേക്ക് ഉയരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പാപം നമ്മളുടെ മനസ്സിൽ നിന്ന് നമ്മൾ പുറത്തു കളയുക. പിന്നെ ഈ പാപത്തെ നമുക്ക് പുറത്ത് കളയണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ അകമേയുള്ള മനുഷ്യനെ നാം കൊല്ലുകയും പുറമേയുള്ള നമ്മുടെ മനുഷ്യൻ അത് നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുകയും ചെയ്യാം. അപ്പോൾ പഴയതായ നമ്മളുടെ ചിന്തകളെ, പഴയതായ നമ്മളുടെ പ്രവൃത്തികളെ നാം അതിനെയൊക്കെ മാറ്റിയിട്ട് ഇതുവരെ നമ്മുടെ ഹൃദയത്തിൽ നാം എന്താണോ ചിന്തിച്ചു വെച്ചിരുന്നതിനെ അതിനെ നാം അങ്ങോട്ട് മാറ്റിയിട്ട് പുതിയ ചിന്തകളാൽ നമ്മുടെ മനസ്സിനെ നിറയ്ക്കുക എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. പുതിയ ചിന്തകളാൽ നമ്മുടെ മനസ്സിനെ നാം നിറയ്ക്കുക. അങ്ങനെ പുതുക്കം പ്രാപിക്കുന്നതായ ഒരു വ്യക്തി അവൻ ഓരോ ദിവസവും മാറിക്കൊണ്ടേയിരിക്കും. അവൻ ഓരോ ദിവസവും ദൈവത്തെ അന്വേഷിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ ദൈവത്തെ അന്വേഷിക്കുന്നതായ, പുതുക്കം പ്രാപിക്കുന്നതായ ഒരു വ്യക്തി ക്രിസ്തുവിൻ്റെ സ്വഭാവ മഹിമകൾ തന്നിലേക്ക് ആവാഹിച്ചെടുക്കുകയാണ്. അവൻ ആത്മാവിൻ്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത്? നാം ഉയരങ്ങളിലേക്ക് നോക്കുക, മുകളിലേക്ക് നോക്കുക. നമ്മുടെ ചിന്തകൾ അത് മാറട്ടെ, നമ്മുടെ പെരുമാറ്റങ്ങൾ അത് മാറട്ടെ. ചിന്തകൾ മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ നാം ഉയരങ്ങളിൽ നിന്നുള്ള ചിന്തകൾ കൊണ്ട് നിറയ്ക്കണം. കാരണം നമ്മുടെ മനസ്സിൽ എന്താണോ നമ്മൾ നിറയ്ക്കുന്നത് അതാണ് നമ്മളുടെ പിന്നീട് തികട്ടി വരുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ചിന്തകളായിട്ട് മാറുന്നത്. അപ്പോൾ നല്ല കാര്യങ്ങളെ നാം നമ്മുടെ മനസ്സിൽ നിറച്ചാൽ നല്ല ചിന്തകൾ അതിൽ നിന്ന് ഉയരും.
തീയതായിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മളുടെ മനസ്സിൽ നാം നിറയ്ക്കുന്നതെങ്കിൽ തീയതായ കാര്യങ്ങളായിരിക്കും നമ്മുടെ മനസ്സിൽ നിന്ന് ഉയർന്നു വരുന്ന ചിന്തകൾ. ആ ചിന്തകൾക്കനുസരിച്ചായിരിക്കും നമ്മളുടെ പെരുമാറ്റം എന്ന് പറയുന്നത്. ഇത് സൈക്കോളജിക്കലാണ്, ഓർത്തുകൊള്ളണം. അതുകൊണ്ട് നല്ലത് മാത്രം, നന്മ മാത്രം, സന്തോഷം തരുന്ന കാര്യങ്ങൾ മാത്രം, ദൈവീക കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നാം നിറച്ചാൽ അവിടെ നിന്നും സുഗന്ധമായിരിക്കും ഉയർന്നു വരുന്നത്. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി അടുത്ത ഭാഗത്തേക്ക് പോകാം. ഭൗമികത്വം അവസാനിപ്പിക്കുക. ഭൗമികത്വം അവസാനിപ്പിക്കുക. എന്താണ് ഈ ഭൗമികത്വം? നമ്മളിന്ന് പല കാര്യങ്ങളെക്കുറിച്ചും പലതും നമ്മൾ അവസാനിപ്പിക്കണം എന്ന് പറയുന്ന വ്യക്തികളാണ്. അതെന്തൊക്കെയാണ്? ഇപ്പം നമുക്കറിയാം, യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം അവസാനിക്കണം, യുദ്ധങ്ങൾ പാടില്ല എന്ന് ചിന്തിക്കുന്നവരാകണം നമ്മൾ. നമ്മളുടെ വനനശീകരണം അവസാനിപ്പിക്കണം. വനങ്ങൾ നമ്മുടെ ആരോഗ്യ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്. പിന്നെ അണ്വായുധം അവസാനിപ്പിക്കണം. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു, മാറ്റിക്കളയേണ്ടിയിരിക്കും. ഈ ലോകത്തിൽ ഒരു കുഞ്ഞിൻ്റെയും ചോര വീഴാൻ പാടില്ല, ഒരു മനുഷ്യൻ്റെയും ചോര വീഴാൻ പാടില്ല. അതുകൊണ്ട് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ, അത് അമേരിക്കയായാലും ഇസ്രയേലായാലും ആരായാലും, യുദ്ധങ്ങൾ അവസാനിക്കണം. എന്നിട്ട് ഭൗതികമായിട്ടുള്ള ചിന്തകൾക്ക് വിരാമം ഇടണം. നാം ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഭൗതികമായ ചിന്തകൾ ഉളവാക്കുന്നതായ കാര്യങ്ങളാണ്. ചിന്തകൾ എവിടെ നിന്നാണ് വരുന്നത്? ഫ്രം ഓബ്ജക്റ്റ്. നാം കാണുന്നതിൽ നിന്നാണ് ചിന്തകൾ ഉണ്ടാകുന്നത്. അപ്പോൾ നാം നല്ലത് കണ്ടാൽ ആ നല്ല ചിന്തകൾ നമുക്ക് ഉണ്ടാകും. ഭൗതികമായി മാത്രമാണ് നമ്മൾ കാണുന്നെങ്കിൽ ഭൗതിക ചിന്തകളെ ഉണ്ടാകും. മുരുകൻ കാട്ടാക്കട എന്ന് പറയുന്ന കവി ഒരു മനോഹരമായ കവിത എഴുതിയിട്ടുണ്ട്. എന്താണ്? എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു, കണ്ണടകൾ വേണം. നമ്മളും ഇങ്ങനെയാണ്. നമ്മൾ കാണുന്നതൊക്കെ മങ്ങിയ കാഴ്ചകളാണ്, ഈ ലോകത്തിൻ്റെ വസ്തുക്കളെ മാത്രമാണ്. അങ്ങനെ അഴിഞ്ഞു പോകുന്ന ഈ ലോകത്തിൻ്റെ വസ്തുക്കളെ മാത്രം കാണാതെ സ്വർഗീയമായിട്ടുള്ളതിനെ ദർശിക്കുവാൻ സാധിക്കണം. അതാണ് ആത്മീക ദർശനം എന്ന് പറയുന്നത്. അപ്പോൾ ജഡത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള ചിന്തകളെ മാറ്റിയിട്ടെ ദൈവീക ചിന്തയിൽ നാം മുഴുകണം എന്നാണ് അർത്ഥം. അതാണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 5ഉം 6ഉം വാക്യങ്ങൾ നാം പഠിക്കുന്നത്. കൊലോസ്യർ 3-ാം അധ്യായത്തിൻ്റെ 5ഉം 6ഉം വാക്യം അങ്ങനെ എന്താണ്? ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അപ്പം നമ്മൾ ഇപ്പോഴൊക്കെ ഈ മങ്ങിയ കാഴ്ചകളാണ് കാണുന്നത്. എന്തൊക്കെയാണ് നമ്മളുടെ മനസ്സിൽ ഇപ്പോഴുള്ളത്? എന്തൊക്കെയാണ്? ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം. അതിരാഗം എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം പാഷൻ, അതാണ് അതിരാഗം എന്ന് പറയും. പിന്നെ ദുർമോഹം, അറിയാം, ആവശ്യമില്ലാത്തതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്, അതിനാണ് നമ്മൾ ദുർമോഹമെന്ന് പറയും. പിന്നെ ഇനി എന്താണ്? അത്യാഗ്രഹം എന്ന് പറയുന്ന വിഗ്രഹാരാധന. അപ്പം ഇങ്ങനെയുള്ള ഭൗതികമായ ഈ ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിന്ന് കളയണം, മരിക്കണം എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഇനി അങ്ങനെ വീണ്ടും ചിന്തിച്ചുകൊണ്ട് നടന്നാൽ എന്താണ് സംഭവിക്കുന്നത്? അങ്ങനെയുള്ളവരുടെ മനസ്സിൽ ദൈവകോപം അവരുടെ മേൽ വരും എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അതുകൊണ്ട്
എന്ത് ചെയ്യുക? നിങ്ങളൊക്കെയും റോമർക്ക് എഴുതിയ ലേഖനം 6:17 പറയുന്നത് പോലെ നമ്മൾ എല്ലാവരും എന്തായിരുന്നു? പാപത്തിൻ്റെ ദാസന്മാരായിരുന്നു. ഭൗതിക ചിന്തകൾ കൊണ്ട് നിറച്ച നമ്മളുടെ മനസ്സ് പാപത്തിൻ്റെ ദാസന്മാരാക്കി നമ്മളെ മാറ്റി. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആ പാപത്തിൻ്റെ ദാസന്മാരിൽ നിന്നും പാപത്തെയല്ലേ കളഞ്ഞുകൊണ്ട് നമ്മൾ നീതിയുടെ ദാസന്മാരായി ഉയരേണ്ടിയിരിക്കുന്നു. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ അതായത് നമ്മളുടെ മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തകളെയും വിചാരങ്ങളെയും മോഹങ്ങളെയും പ്രലോഭനങ്ങളെയും ഇല്ലാതാക്കുക, മരിപ്പിക്കുക. എന്താണ് മോഹമെന്ന് പറഞ്ഞാൽ? അതായത് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ സ്വന്തമാക്കാനുള്ള വെമ്പൽ, അതാണ് മോഹമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമില്ല എങ്കിലും അത് കിട്ടണം 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 നേടണമെന്നുള്ള ആ അത്യാഗ്രഹം, അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മാറ്റണം. ചുരുക്കം പറഞ്ഞാൽ ഭൗതിക വസ്തുക്കൾക്ക് വേണ്ടിയുള്ള നമ്മളുടെ ഓട്ടം, ഇത് നമ്മൾ മാറ്റേണ്ടിയിരിക്കും. ഭൗതിക വസ്തുക്കൾക്ക് വേണ്ടിയുള്ള നമ്മളുടെ ഓട്ടത്തെ നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. ഇതാണ് നമ്മൾ പഠിച്ചത്. ഇനിയും നമ്മൾ അടുത്ത ഭാഗമെന്ന് പറയുന്നത് അറിവിൽ പുതുക്കപ്പെടുക. അറിവിൽ പുതുക്കപ്പെടുക. എങ്ങനെയാണ് അറിവിൽ പുതുക്കപ്പെടുന്നത്? അറിവിൽ പുതുക്കപ്പെടുക എന്ന് പറയുമ്പോൾ നാം കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവിടെ പറയുന്നത് പൗലോസ് അപ്പോസ്തലൻ. അപ്പോൾ പാപങ്ങളെ നമ്മുടെ മനസ്സിൽ നിന്ന്, ദുഷ്ടചിന്തകളെ നമ്മുടെ മനസ്സിൽ നിന്ന്, ഭൗതിക ചിന്തകളെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റപ്പെടുന്നതായ ഒരു വ്യക്തി പുതിയ അറിവുകളെ നേടുകയാണ്, പുതിയ വ്യക്തികളായി മാറുകയാണ്. അതെന്തൊക്കെയാണെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കൊലോസ്യർ 3:6 മുതൽ 11 ഇപ്രകാരം പറയുന്നത് എന്താണ്? ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോന്നു. നാം ഒക്കെയും ദൈവകോപത്തിന് അടിമപ്പെട്ടവരായി, അല്ലെ ദൈവകോപം ലഭ്യമാകുന്ന വ്യക്തികളായിട്ടാണ് ജീവിച്ചിരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഇപ്പോഴോ നിങ്ങളുടെ കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളയുക. നോക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ ദുർചിന്തകൾ എന്തൊക്കെയാണ്? കോപം, ക്രോധം, ഈർഷ്യ, ദുർഭാഷണം, ഇവയൊക്കെ വിട്ടുകളയുക. ഇനി മറ്റൊന്ന് പറയുന്നുണ്ട്, എന്താണെന്നുണ്ടോ? അന്യോന്യം ഭോഷ്ക് പറയരുത്. നമ്മൾ നാവെടുത്താൽ ഇപ്പോൾ പലപ്പോഴും കള്ളമേ പറയുകയും, അല്ലെങ്കിൽ എന്തെങ്കിലും നേടിയെടുക്കുവാൻ നമ്മൾ കള്ളത്തരമേ പറയാറുള്ളൂ. അതുകൊണ്ട് അത് പാടില്ല. നിന്റെ നാവിൽ നിന്ന് ഭോഷ്ക് കളയുക. വീണ്ടും പൗലോസ് അപ്പോസ്തലൻ കണ്ടിന്യൂ ചെയ്യുക. എന്താണ്? നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവർത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു. നിങ്ങൾ സ്നാനമേറ്റപ്പോൾ, നിങ്ങൾ ജലത്തിന് അടിയിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ പഴയ മനുഷ്യനെ നിങ്ങൾ മാറ്റിക്കളഞ്ഞു, എടുത്തു കളഞ്ഞു. ഇനിയും പഴയ മനുഷ്യനല്ല, നിങ്ങൾ മുകളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആരാണ്? അല്ലെങ്കിൽ നമ്മൾ ആരാണ്? നമ്മൾ പുതിയ സൃഷ്ടിയാണ്. അതാണ് പറയുന്നത്, നിങ്ങൾ തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചുവല്ലോ. അപ്പം ഞാനും നിങ്ങളുമെല്ലാം നമ്മളുടെ സ്നാനത്തോടുകൂടി നമ്മൾ ആ പഴയ മനുഷ്യനെ, പഴയ ഉടുപ്പിനെ ഊരിക്കളഞ്ഞിട്ട് നമ്മൾ എന്താണ്? പുതിയ ഒരു മനുഷ്യനെ സ്വീകരിച്ചിരിക്കുകയാണ്.
പുതിയ ഒരു മനുഷ്യനായി മാറിയിരിക്കുകയാണ്. പുതുക്കം പ്രാപിക്കുന്ന വ്യക്തികളായി നാം എല്ലാവരും മാറിയിരിക്കുകയാണ്. അങ്ങനെ പുതുക്കം പ്രാപിച്ച മനുഷ്യൻ്റെ അറിവെന്ന് പറയുന്നത് പുതിയതാണ്. അല്ലെങ്കിൽ ഞാനും നിങ്ങളും പുതിയ മനുഷ്യരാണ്. അതുകൊണ്ട് ഇനിയും പാപത്തിന് നമുക്ക് അടിമപ്പെടുവാൻ സാധ്യമല്ല. ഞാനും നിങ്ങളും ക്രൂശിൽ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പാപം ഉപേക്ഷിച്ചിരിക്കുന്നു, പാപശരീരം ഉപേക്ഷിച്ചിരിക്കുന്നു. അങ്ങനെ നാമൊക്കെ പുതുക്കം പ്രാപിച്ചിരിക്കുന്നു. എങ്ങനെയാണ്? ആദിയിൽ നാം എങ്ങനെയായിരുന്നുവോ, ആദാമും ഹവ്വയും എങ്ങനെയായിരുന്നു, അതായത് അദർശ്യനായ ദൈവത്തിൻ്റെ പ്രതിച്ഛായയിലാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ഒരവസ്ഥയിലേക്ക് നാം മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെ ക്രിസ്തുവിലുള്ള അറിവ്, ക്രിസ്തുവിലുള്ള ഭാവം, ക്രിസ്തേശുവിൻ്റെ ഭാവം ആയിരിക്കണം ഇനിയും നമ്മുടെ മനസ്സിലൂടെ കടന്നു വരേണ്ടത്. അങ്ങനെ ക്രിസ്തുയേശുവിൻ്റെ ഭാവം മനസ്സിൽ കൊണ്ടു നടക്കുന്ന വ്യക്തികൾ അവരെന്താണ്? അവർ മഹത്വത്തിൽ നിന്നും മഹത്വത്തിലേക്ക് ഉയർത്തപ്പെടും. അല്ലെങ്കിൽ ഓരോ ദിവസവും അവർ പരിവർത്തനം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ പരിവർത്തനം ചെയ്യപ്പെടുന്നതായ ഒരു വ്യക്തി, അവൻ justification, he will get justification, and justification will lead to sanctification, and sanctification will lead to glorification. അപ്പോൾ അവരാരായി മാറുന്നു? അങ്ങനെയായി മാറുന്നതായ ഒരു വ്യക്തി സ്വർഗീയ പൗരനായി മാറും. അല്ലെങ്കിൽ അവന് സ്വർഗീയ പൗരത്വം ലഭിക്കുന്നു. ഇന്ത്യൻ പാസ്പോർട്ടല്ല, പിന്നെ അവനുള്ളത് എന്താണ്? സ്വർഗത്തിലെ പാസ്പോർട്ടായിരിക്കും. അതാണ് പുതിയ അറിവ് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഓരോ ദിനവും പുതുക്കം പ്രാപിക്കുന്ന മനുഷ്യനായി മാറും എന്നുള്ള പുതിയ അറിവ് നാം മനസ്സിലാക്കണം. അടുത്ത 4ാമത്തെ ഭാഗത്തേക്ക് നമുക്ക് പോകാം. പുതുജീവിതത്തിൻ്റെ സ്വഭാവം. അങ്ങനെ പുതുക്കം പ്രാപിച്ചതായ ഒരു വ്യക്തി, അവൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കണം? അതേ പൗലോസ് വീണ്ടും പറയുകയാണ്. എന്താണ്? അവൻ പഴയ മനുഷ്യനെ മാറ്റി അവൻ പുതിയ മനുഷ്യനെ സ്വീകരിച്ചിരിക്കുന്നു. ഇത്രയും നാളും അവൻ ഇരുട്ടിലായിരുന്നു. ആ ഇരുട്ടിൽ നിന്നും അവൻ പ്രകാശത്തിലേക്ക് കടന്നു വന്നിരിക്കുക. മഹാകവി വള്ളത്തോളാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കവിത ഇപ്രകാരമാണ്: എന്തേ അന്ധതമസിൽ നിന്ന് അന്തമില്ലാതെഴും ബന്ധുര ജ്യോതിസിലേക്ക് നയിക്കുവാൻ. അന്ധതമസിൽ കിടന്നവനായ വ്യക്തി, കൂരിരുട്ടിൽ കിടന്നവനായ ഒരു വ്യക്തി, അവൻ ഇതാ അന്തമില്ലാത്തതായ പ്രകാശത്തിൻ്റെ തീരങ്ങളിലേക്ക് അവൻ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ പുതുക്കം പ്രാപിച്ചതായ ഒരു വ്യക്തി ഇപ്രകാരം ആകും എന്നുള്ളതാണ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ് പൗലോസ് പ്രധാനമായും ഇവിടെ എടുത്തു പറയുന്നത്. എങ്ങനെ? സ്നാനത്താൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അപ്പോൾ നാം സ്നാനം എടുത്തപ്പോൾ നാം അവനോടൊപ്പം പഴയ മനുഷ്യനെ ഉപേക്ഷിക്കുന്നു. വെള്ളത്തിൽ നാം അതിൻ്റെ അഗാധങ്ങളിൽ നാം അവനെ ഉപേക്ഷിക്കുന്നു. എപ്രകാരമാണോ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്, അപ്രകാരം നാം ദൈവത്തിലുള്ള വിശ്വാസത്തോടുകൂടെ നാം ഒരു പുതിയ മനുഷ്യനായി ഉയർത്തെഴുന്നേൽക്കുകയാണ്. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോടുകൂടെ ജീവിപ്പിച്ചു. നാമൊക്കെ മരിച്ചവരായിരുന്നു, അതിക്രമം ചെയ്തവരായിരുന്നു. നാം ഇപ്പോൾ കർത്താവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. അതുകൊണ്ട്
അങ്ങനെ ഈ അതിക്രമങ്ങളെയും പാപങ്ങളെയും ഒക്കെ വിട്ടുകളഞ്ഞതായ നമ്മൾ കർത്താവിൻ്റെ സ്വഭാവ മഹിമയിൽ ജീവിക്കുന്നവരാണ്. പഴയ ചട്ടങ്ങൾ, പഴയ പ്രമാണങ്ങൾ, പാരമ്പര്യങ്ങൾ ഇതൊക്കെയും നാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയെടുത്തിട്ട് ഇപ്പോൾ പുതിയ ജീവിതത്തിൻ്റെ ഉടമകളായി മാറിയിരിക്കുക. അങ്ങനെ മാറിയവരാണ് യഥാർത്ഥത്തിൽ ആരെ? വിശുദ്ധന്മാർ, നീതിമാന്മാർ. അല്ലെങ്കിൽ വിശുദ്ധന്മാരും നീതിമാന്മാരുമായി നാം ഉയരുകയാണ്. ഇങ്ങനെയുള്ളവരെയാണ് ശരിക്കും ദൈവം തിരഞ്ഞെടുത്തവർ. തിരഞ്ഞെടുപ്പ് എല്ലാവർക്കുമുണ്ട്. പക്ഷെ ദൈവം തിരഞ്ഞെടുത്തത് ഇപ്രകാരം പുതിയ മനുഷ്യനെയാണ്, കർത്താവിനെ സ്നേഹിച്ചവരെയാണ് ദൈവം തിരഞ്ഞത്. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞ്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം രാജകീയ പുരോഹിത വർഗം എന്ന് നമ്മളെക്കുറിച്ച്, വിശുദ്ധ ജനം എന്ന് നമ്മളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളായി നാം മാറിയിരിക്കണം. ആ സ്വഭാവം ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ഉൾക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ആ സ്വഭാവം? ആ സ്വഭാവം എന്ന് പറയുന്നത് ആർദ്രമായ കരുണ, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ, പരസ്പരം സഹിക്കുക, ക്ഷമിക്കുക, എല്ലാറ്റിൻ്റെയും ഉപരിയായി സ്നേഹം ഉൾക്കൊള്ളുക. ഇതാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമുക്കും വേണ്ടിയത്. എന്തൊക്കെയാണ്? കരുണ, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ, പരസ്പരം സഹിക്കുക, ക്ഷമിക്കുക. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ നേരിട്ട് അവരോട് എതിർക്കുകയല്ല, ഒന്ന് സഹിക്കുക, ഒന്ന് ക്ഷമിക്കുക. അതുകൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. അതുകൊണ്ട് ഈ സത്സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി എടുത്ത് അതിനോടൊപ്പം മേമ്പടി എന്ന് പറയുന്നത് പോലെ സ്നേഹം കൊണ്ട് അവയെ ഒന്ന് പൊതിയുക. അങ്ങനെ പൊതിയുമ്പോൾ നാം പൂർണ്ണതയുടെ രൂപമായി മാറും. എന്ന് പറഞ്ഞാൽ സ്നേഹമെന്ന് പറയുന്നത് പൂർണ്ണതയുടെ രൂപമാണ്. അങ്ങനെ സ്നേഹം പൂർണ്ണതയുടെ രൂപമാകുമ്പോൾ നാം അതിനെ ഉൾക്കൊണ്ട് കഴിയുമ്പോൾ നാമും പൂർണ്ണതയുടെ വ്യക്തികളായി മാറും എന്നാണ്. കർത്താവിൻ്റെ സ്നേഹമാണ് നമ്മളെ ക്രൂശിലേക്ക്, കർത്താവിലേക്ക് അടുപ്പിച്ചത്. കർത്താവിൻ്റെ സ്നേഹമാണ്. അതുകൊണ്ട് സ്നേഹമെന്ന് പറയുന്നതാണ് ഏറ്റവും മഹത്തരമായിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ സ്നേഹം അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമാണ്. നമുക്കും ഒന്നുകൂടെ ഓർത്തോണം, നമ്മുടെ സ്നേഹം മറ്റുള്ളവർക്ക് അനുഗ്രഹമാണ്, അത് നമുക്കും അനുഗ്രഹമാണ്. നമ്മൾ കണ്ടത് എപ്പോഴാണ്? 2018 വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ നമ്മളിതൊക്കെ കണ്ടു. കോവിഡിൻ്റെ കാലഘട്ടത്ത് നമ്മളിതൊക്കെ കണ്ടു. പിന്നെ ചൂരൽമലയിൽ, വയനാട്, ഇവിടെയൊക്കെ നമുക്കിത് കാണുവാൻ സാധിച്ചു. അപ്പം നമ്മളിൽ എല്ലാവരും ഇത് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. അതിനെ നമ്മൾ എടുത്തൊന്ന് പ്രയോഗിക്കണം. വെള്ളപ്പൊക്കം വന്നപ്പോൾ എന്ത് ചെയ്തു? കമന്ന് കിടന്ന് മുസ്ലിം സഹോദരൻ്റെ പുറത്ത് ചവിട്ടി ക്രിസ്ത്യാനിയായാലും ഹിന്ദുക്കളായാലും ബോട്ടിൽ കയറി, അല്ലേ? കോവിഡ് കാലഘട്ടത്ത് സ്വന്തം മകനെയോ മകളെയോ അല്ലെങ്കിൽ അച്ഛനെയോ അമ്മയോ മരിച്ച് അടക്കാൻ സാധിക്കാതെ ഇരുന്ന അവസരത്തിൽ ചില സഹോദരന്മാർ കയറി വന്ന് പറഞ്ഞു, ഞങ്ങൾ അടക്കിക്കൊള്ളാം, നിങ്ങൾ പേടിക്കണ്ടായിരുന്നു. എത്രമാത്രം സ്നേഹവും കരുതലുമാണ് അവർ കാണിച്ചതെന്നും ഇന്നിപ്പോൾ നമുക്ക് കണ്ടിട്ടുണ്ട്. നമ്മൾ വയനാട്. അപ്പോൾ ഇങ്ങനെ സ്നേഹമുള്ളവരായി നമ്മൾ മാറണം. ആ സ്നേഹം മറ്റുള്ളവർക്ക് അനുഗ്രഹമാകും, അത് നമുക്കും അനുഗ്രഹമാകും. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? മറ്റുള്ളവരെ, ഈ സ്നേഹത്തിലൂടെ മറ്റുള്ളവരെ യേശുവിനെ സ്നേഹിക്കുവാനും പിന്തുടരുവാനും നമുക്ക് പ്രേരിപ്പിക്കാൻ സാധിക്കും.
അല്ലെങ്കിൽ നാം ഈ സ്നേഹം മറ്റുള്ളവരോട് പ്രകടിപ്പിക്കുമ്പോൾ അതിലൂടെ അവർ നമ്മുടെ സ്നേഹത്തിൻ്റെ രഹസ്യം എന്താണെന്ന് തിരിച്ചറിയുകയും അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിലേക്ക് അവരെയും നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ ഇല്ലാത്തവരാണ് ഇപ്പം നമ്മൾ കാണുന്ന പള്ളി പൊളിക്കുന്നവരും കയ്യേറുന്നവരും പിന്നെ സ്റ്റെയിൻസിനെ ചുട്ടുകൊന്നവരും. ഇതൊക്കെ സ്നേഹം ഇല്ലാത്തത് കൊണ്ടുണ്ടാകുന്നതായ കാര്യങ്ങളാണ്. അപ്പോൾ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിസ്ത്യാനി സ്നേഹവാനും സ്നേഹനിധിയുമായിരിക്കണം. എന്നോട് ഞാൻ പറയാണ്, നമ്മളൊക്കെ ക്രിസ്ത്യാനികളാണ്, അഡ്വന്റിസ്റ്റുകാരാണ്. നമ്മളെങ്ങനെയുള്ളവരായിരിക്കണം? ക്രിസ്ത്യാനികൾ സ്നേഹവാനും സ്നേഹനിധിയുമായിരിക്കണം. രണ്ടാമത്, ക്രിസ്ത്യാനികൾ സ്നേഹവും സ്നേഹനിധിയും ഉള്ളവരാണെങ്കിൽ അഡ്വന്റിസ്റ്റുകാരായ നമ്മൾ എപ്രകാരമുള്ളവരായിരിക്കണം? ഇറ്റ് ഷുഡ് ബി മോർ ദാൻ ദാറ്റ്. നാം അത് ഓർക്കുക. അടുത്ത നമുക്ക് അവസാനത്തെ ഭാഗത്തേക്ക് വരാം. 5-ാമത്തെ ഭാഗം, പുതുജീവിതം നയിക്കൽ. പുതുജീവിതം. അപ്പോൾ പുതിയ മനുഷ്യൻ, അവൻ പുതിയ സ്വഭാവത്തിന് ഉടമയായവൻ, അവൻ എങ്ങനെയുള്ള ഒരു ജീവിതമാണ് നയിക്കേണ്ടത് എന്ന് പൗലോസ് അപ്പോസ്തലൻ അവരെ വീണ്ടും പഠിപ്പിക്കുക. അവരുടെ അനൈക്യം മാറി, അവരുടെ തെറ്റായ പഠിപ്പിക്കലുകൾ, അതിൽ നിന്ന് അവർ മോചനം പ്രാപിച്ച് അവർ ക്രിസ്തുവിനെ സ്വീകരിച്ച് ഏക മനസ്സുള്ളവരായി പുതിയ ജീവിതത്തിന് ഉടമയായിട്ടുള്ളവർ എങ്ങനെ ജീവിക്കണം എന്ന് പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് അവരോട് പറയുകയാണ്. എന്താണ്? പുതുജീവിതം അത് ക്രിസ്തു നിയന്ത്രിതമായിരിക്കണം. ഇപ്പം ക്രിസ്തുവാണ് നമ്മളിൽ വസിക്കുന്നത്, ക്രിസ്തുവാണ് നമ്മുടെ ഹൃദയത്തിലുള്ളത്. അപ്പോൾ നമ്മളുടെ സ്വഭാവത്തെ, നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിന് നിയന്ത്രിക്കാൻ വേണ്ടി നാം വിട്ടുകൊടുക്കണം. അതാണ് ക്രിസ്തു നിയന്ത്രിത ജീവിതം എന്ന് പറയും. അങ്ങനെ ക്രിസ്തു നിയന്ത്രിത ജീവിതം ഉള്ളതായ ഒരു വ്യക്തി, അവൻ ആന്തരികമായിട്ടുള്ള സമാധാനവും സന്തോഷവും അനുഭവിക്കുന്നവനായിരിക്കും. ആന്തരിക ഹൃദയത്തിൽ അവന് സന്തോഷവും സമാധാനവും ഉള്ള വ്യക്തിയായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെയുള്ളവൻ എന്ത് ചെയ്യും? അങ്ങനെയുള്ളവൻ എന്ത് ചെയ്യുമെന്നുള്ളതാണ്, എങ്ങനെ ജീവിക്കുമെന്നുള്ളതാണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3:16-17 വാക്യങ്ങളിലൂടെ പൗലോസ് വീണ്ടും പറയുന്നത്. എന്താണ് പറയുന്നത്? അവർ അങ്ങനെയുള്ള വ്യക്തികൾ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും സുബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും പാടുകയും ചെയ്യും. അതാണ് പുതിയ ജീവിതം നയിക്കുന്നതായ ഒരു വ്യക്തി. അവർ സങ്കീർത്തനങ്ങളും സ്തുതികളാലും ദൈവത്തെ സ്തുതിക്കുന്നു. മാത്രമല്ല, ഈ സങ്കീർത്തനങ്ങളും സ്തുതികളും ഗാനങ്ങളുമൊക്കെ അതിലൂടെ അവരുടെ വിശ്വാസത്തെ അവർ ഉറപ്പിക്കുന്നു. തമ്മിൽ വചനങ്ങൾ പറഞ്ഞു കൊടുക്കുവാനുള്ള ഒരു മാർഗമായി അത് മാറും. അതുകൊണ്ട് ഓർക്കുക, നമ്മുടെ ആരാധനയിൽ സംഗീതം എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമാണ്. മാത്രമല്ല, ആരാധനയുടെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പാർട്ട്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ സംഗീതം അല്ലെങ്കിൽ ഗാനങ്ങൾ, പാട്ടുകൾ. അത് ദൈവത്തിൻ്റെ സ്തുതികളാണ്. അതിലൂടെ നാം സത്യം പഠിപ്പിക്കുകയാണ്. അത് പ്രത്യാശയുടെയും ഉറപ്പിൻ്റെയും സന്ദേശമാണ്. അതുകൊണ്ട് പള്ളിയിൽ നമ്മൾ നല്ലപോലെ പാട്ട് പാടണം. എല്ലാവരും ചേർന്നിരുന്ന് ഒരുമിച്ച് പാടണം. എല്ലാവരും ഒരുപോലെ ദൈവത്തെ സ്തുതിക്കുന്ന, ആരാധിക്കുന്ന രീതി എന്ന് പറയുന്നത് സംഗീതമാണ്. പ്രസംഗമൊന്നും ആയാലും ശരി, മറ്റെന്തുമായിരുന്നു ശരി, അവിടെ നിന്ന് പ്രസംഗിക്കുന്ന ആൾ മാത്രമാണ് അതിൽ
പ്രധാനമായിട്ടുള്ളത്. എന്നാൽ ഇതല്ല, ഇത് എല്ലാവരും ഒരുപോലെ ദൈവത്തെ ചേർന്ന് സ്തുതിക്കുക. അതുകൊണ്ട് നമ്മളുടെ ഗാനങ്ങൾ വളരെ പ്രധാനമാണ് എന്നാണ് പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നത്. അത് ഈ ഗാനങ്ങൾ എന്ന് പറയുമ്പോൾ ശരിക്കും അതെന്താണ്? ദൈവവും മനുഷ്യനുമായി ഒത്തുചേരുന്ന, ലയിച്ചു ചേരുന്ന ഒരു അവസരമാണ്. അത് ഗാനങ്ങളായിട്ട് തന്നെ പാടണം. നമ്മൾ രാവിലെ വന്നിരുന്ന് ഉറക്കം തൂങ്ങി പാടിയാൽ അതൊരിക്കലും നമുക്ക് ലഭ്യമാകുകയില്ല. അതിന് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഇതാണ്, എന്താ? ജീവാത്മാവും പരമാത്മാവും ലയിച്ചു ചേരുന്ന നിമിഷം. നമ്മൾ ആ ഒരു ആത്മാവോടുകൂടി നാം പാടുമ്പോൾ ശരിക്കും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ വികാരം അല്ലെങ്കിൽ ആ ലയനം, ദൈവത്തോട് നാം ലയിച്ചു ചേരുന്ന ഒരു അനുഭൂതിയായിട്ട് ആണ് മാറും. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ എന്ന് നമ്മൾ പാടുമ്പോൾ ശരിക്കും നാം ദൈവവുമായി ഒരു അനുഭൂതി നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ. നേരെ മറിച്ച് നമ്മളിങ്ങോട്ട് വന്ന് ഉറക്കം തൂങ്ങി നമ്മൾ പാടുകയാണെങ്കിൽ അത് എത്രമാത്രം നാം ദൈവത്തെ ഉൾക്കൊള്ളുന്നു എന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കും. അതുകൊണ്ട് നമ്മുടെ ആരാധനകൾ ശക്തമായിരിക്കട്ടെ. ദൈവ സംഗീതത്താൽ, ഗാനങ്ങളാൽ അത് ഏറ്റവും മനോഹരമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ അങ്ങനെ നാം എല്ലാവരും പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് പുതിയ മനുഷ്യനെ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളായി നമുക്കെല്ലാവർക്കും മാറാം. അതിൽ നമ്മളുടെ ഗാനങ്ങൾക്ക് ഒരു പ്രധാന പങ്കുണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇത്രയും നേരം എന്നെ ശ്രവിച്ച എല്ലാ മാന്യ പ്രേക്ഷകരോടും ദൈവനാമത്തിൽ ഞാൻ നന്ദിയെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ഇതൊന്ന് ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യുമ്പോൾ അത് കൂടുതൽ വ്യക്തികളിലേക്ക് നമ്മുടെ ഈ സന്ദേശം എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, വീണ്ടും ഒരു മനോഹരമായ പാഠം കൂടെ പഠിക്കുവാൻ ദൈവം ഞങ്ങളെ അനുവദിച്ചതോർത്ത് സ്തോത്രം ചെയ്യും. ഞങ്ങളുടെ പഴയ ചിന്തകളെ, പഴയ പ്രവൃത്തികളെ, പഴയ മനുഷ്യനെ ഞങ്ങൾ ഉപേക്ഷിക്കുവാനും പുതിയ വ്യക്തികളായി ദൈവത്തോട് ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് ദൈവിക സ്വഭാവം വിളങ്ങുന്നവരായി മാറുവാനും അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചതോർത്ത് സ്തോത്രം. ഞങ്ങളും ഞങ്ങളെ കേൾക്കുന്നവരായും എല്ലാവരും അപ്രകാരമായിത്തീരുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു.